നമസ്കാരം. ഇന്നൊരു ട്രഡീഷണൽ സ്പാനിഷ് സ്വീറ്റ് ആണ് അമ്മ പരിചയപ്പെടുത്തുന്നത്. ഫ്രൈഡ് ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പറയേണ്ട കാര്യമില്ല. പാലും അതുപോലെ തന്നെ ഇഷ്ടമാണ്. എന്നാൽ പാലൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ? അതെ, ഫ്രൈഡ് മിൽക്ക്. ഇത് ചൈനയിലും വളരെ ഫേമസ് ആയ സ്ട്രീറ്റ് ഫുഡാണ്. റെസിപ്പീസിൽ ചെറിയ വേരിയേഷൻസ് അവിടെയും ഇവിടെയും ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും നിങ്ങളുടെ കമൻസും അറിയിക്കാനും മറക്കരുത്. ഒട്ടും വൈകാതെ അമ്മയുടെ വറുത്തെടുത്ത പാല് ഫ്രൈഡ് മിൽക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് 300 ml ഗ്ലാസ്സിൽ ഒരു 3 ഗ്ലാസ് ഫ്രഷ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് ഒരു 3/4 ഗ്ലാസ് പാല് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റുന്നു. ഇതേ ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ഗ്ലാസ് കോൺഫ്ലോർ നമുക്കെടുക്കാം. അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ പാൽ കൂടി ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇത് നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി ഈ പാലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നട്ട്മഗിൻ്റെ പൗഡർ, അതായത് ജാതിപത്രിയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് സിനമൺ പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സോൾട്ടഡ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് എക്സ്ട്രാ സോൾട്ട് ഞാൻ ഇതിലിനിയും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് ഒരു നുള്ളുപ്പ് എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കണം. കൂടാതെ ഒരു വലിയ നാരങ്ങയുടെ തൊലി അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ള ഭാഗമൊന്നും ഇല്ലാതെ മഞ്ഞ ഭാഗം മാത്രം തന്നെ പീൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓൺ ആക്കുകയാണ്. ഇനി നമ്മൾ ഉപയോഗിച്ച അതേ ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായി ചൂടാകാനായിട്ട് അനുവദിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഈ പാലിൻ്റെ ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജാതിപത്രിയുടെ പൊടിയും ഈ ലെമൺ പീലും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബ്ലാൻഡായിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും പാല് മാത്രമാകുമ്പം. ഇതാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ആ ലെമൺ പീൽ നമുക്കങ്ങ് മാറ്റാം. അപ്പോൾ ആ ഫ്ലേവറൊക്കെ പാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇനി ഇത് തിളച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ കോൺഫ്ലോറിൻ്റെ സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് നന്നായിട്ട് കലക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് തന്നെ വെക്കണം, എങ്കിലേ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് പാലിൽ കിടന്നൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അത് കുറുകി വരികയും ചെയ്യും. ആ കോൺഫ്ലോർ വേവാതെ ഒരു പച്ചച്ചുവ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചെറിയ തീ വെച്ച് നന്നായിട്ടത് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരണം. കണ്ടില്ലേ, ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു തിക്നെസ് എത്തിയാൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അതിൻ്റെ ആ വലിയ ചൂടൊന്ന് മാറിക്കോട്ടെ. അതിനുശേഷം ഇതുപോലെ ഒരു സെറാമിക്കിൻ്റെ ബൗളിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ പാലിൻ്റെ മിക്സ് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പാറ്റില കൊണ്ട് അതിൻ്റെ പുറം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിൻ്റെ പുറത്തേക്ക് ഒരു ബട്ടർ പേപ്പർ വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിന് ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂർ ഒന്ന് സെറ്റ് ആകാനായിട്ട് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെ വേണം വെക്കാൻ. ഓവർനൈറ്റ് വേണമെങ്കിലും വെച്ചാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതിപ്പം 6 മണിക്കൂർ ഞാൻ സെറ്റാകാൻ വെച്ചതാണ്. ഇതിപ്പം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനെ നമുക്കൊരു ട്രേയിലേക്കൊന്ന് ഇൻവേർട്ട് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ സ്ക്വയറും അതുപോലെ ഒരു കുക്കി കട്ടർ യൂസ് ചെയ്ത് ഒന്ന് റൗണ്ടായിട്ടും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്തിരി വലിയ പീസായി കഴിഞ്ഞാൽ അത് വെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൈസ് വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് തന്നെ അങ്ങ് കട്ട് ചെയ്യണം. സോഫ്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടി ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നും കൂടി കട്ട് ചെയ്ത് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ,
ഇനി അതല്ല ഒരു കുക്കി കട്ടർ വെച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 4 മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് കോൺഫ്ലേക്സ് അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ 1/2 കപ്പ് പഞ്ചസാര നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിൻ്റെ കോട്ടിങ്ങിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് വറുക്കാൻ ആവശ്യമായ വെജിറ്റബിൾ ഓയിൽ അതായത് ഒരു 1.5 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ ഓരോ പീസസും എടുത്ത് മുട്ടയിലേക്കൊന്ന് മുക്കി വീണ്ടും ഈ കോൺഫ്ലേക്സിലൊന്ന് റോൾ ചെയ്തെടുക്കണം. കോൺഫ്ലേക്സിന് പകരം വേണമെങ്കിൽ ബ്രെഡ് ക്രംസും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി ബ്രെഡ് ക്രംസിനെക്കാട്ടിൽ. ഇനി റൗണ്ട് ഷേപ്പിലുള്ള ഓരോന്നും ഇതുപോലെ റൈറ്റ് ഹാൻഡ് കൊണ്ട് മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കോൺഫ്ലേക്സിലേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം നമുക്ക് ഈ മുട്ടയിലും കോൺഫ്ലേക്സിലും റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാ പീസസും ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓരോ പാലിൻ്റെ പീസസും ഇതുപോലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എണ്ണയിൽ കിടന്നത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് വളരെ ഡെലിക്കേറ്റ് അല്ലേ. ഒരു വശം ഫ്രൈ ആയാൽ മറുവശത്തേക്കൊന്ന് തിരിച്ചിടാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇതിന് ചൂടോട് കൂടി തന്നെ ആ പഞ്ചസാര പൊടിച്ചതിലേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഷുഗർ ഇല്ലാതെ നമുക്കിത് നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. ഷുഗർ വേണ്ടാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു കിച്ചൺ ടോർച്ചാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയായിരിക്കും. എൻ്റെ കയ്യിലിരുന്നുകൊണ്ട് ഞാനിതൊന്ന് കാണിക്കുകയാണ്. ഈ കിച്ചൺ ടോർച്ച് ഉപയോഗിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാതെ ഇരിക്കണ്ട. ഇതിനകത്തെ ഒരു ബ്യൂട്ടൈൻ ഗ്യാസ് ഉണ്ട്, നമുക്ക് ഫില്ല് ചെയ്ത് റീയൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. 100 രൂപയ്ക്ക് വരെ നമുക്കിത് കിട്ടും. ഇത് കുറേ മുമ്പ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കാരമലൈസേഷനൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫ്ലെയിം വരും. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് കാരമലൈസ് ആയി കിട്ടും. അങ്ങനെ കാരമലൈസ് ചെയ്യുമ്പോൾ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ഷുഗറിൽ കോട്ട് ചെയ്യാതെ ഞാൻ എടുത്തതാണ്, കണ്ടില്ലേ. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ അകം വളരെ സോഫ്റ്റാണ്, പുറം എന്നാൽ നല്ല ക്രിസ്പിയുമാണ്. കാണുന്നത് പോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഫ്രൈഡ് മിൽക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഷുഗറിൽ കോട്ട് ചെയ്തെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും എല്ലാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കണം. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.